കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ നമുക്ക് ഫെബ്രുവരി മാസം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ വീണ്ടും നമുക്ക് 2000 രൂപ കൂടി എത്തിച്ചേരാൻ പോവുകയാണ്. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് 40,000 രൂപയോളം ആകാൻ പോകുന്നു. ഈ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം നടക്കുന്നതോടുകൂടി നമ്മളുടെ സംസ്ഥാനത്തെ 25 ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയുടെ അടുത്ത വിതരണത്തെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷന് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നാളിതുവരെ 19 ഗഡുക്കളുടെ വിതരണം നിർവഹിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് ധനസഹായത്തിൻ്റെ വിതരണം നടത്തിയത്. ആ ആനുകൂല്യം ലഭിച്ച എല്ലാ കർഷകർക്കും ഇപ്പോൾ അടുത്ത ഗഡുവിൻ്റെ ജൂൺ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ വിതരണം ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഈ സമയത്ത് വരുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല. അതായത് ഔദ്യോഗികമായിട്ട് തീയതിയെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് വരണം. ജൂൺ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ തീയതികൾ മാത്രമേ ഇനി ആകാനുള്ളൂ. എങ്കിലും നമ്മളുടെ സംസ്ഥാനത്ത് 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ സഹായം ഉറപ്പായി കഴിഞ്ഞു. ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ആനുകൂല്യം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടത് നമ്മളുടെ പ്രധാന കടമയാണ്. അതുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമ്മളുടെ ആധാർ നമ്പർ ഒന്ന് എടുത്തു വയ്ക്കുക. അതിനുശേഷം ആധാർ അധിഷ്ഠിതമായിട്ട് ഇലക്ട്രോണിക് KYCയുടെ ആ ഓപ്ഷൻ ഒന്ന് പരിശോധിക്കുക. ഇലക്ട്രോണിക് KYCയിൽ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇലക്ട്രോണിക് KYC ഓൾറെഡി ഡൺ എന്നാണ് കാണുന്നത് എങ്കിൽ നമുക്ക് മറ്റ് തടസ്സങ്ങളില്ല. അതായത് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുമെന്നാണ് ഇതിനർത്ഥം. ഇനി ആ സമയത്ത് KYC ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് KYC സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ല എന്നൊരു അറിയിപ്പാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇത് ചെയ്യേണ്ടതുണ്ട്. ഫോൺ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോമൺ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇതേ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് KYC ശരിയായിട്ടുണ്ട്, പക്ഷേ മറ്റൊരു പ്രധാന കാര്യമുള്ളത് ലാൻഡ് സീഡിംഗ് ആണ്. അവരുടെ കൃഷിഭൂമി അന്ന് സമർപ്പിച്ച ഈ കിസാൻ സമ്മാൻ നിധിക്ക് യോഗ്യത നേടി, പക്ഷേ ആ കൃഷിഭൂമി ഒന്നുകൂടി വേരിഫിക്കേഷൻ ചെയ്യേണ്ട മറ്റൊരു പ്രക്രിയ, അതാണ് ലാൻഡ് സീഡിംഗ് എന്നൊരു കാര്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ലാൻഡ് സീഡിങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ലാൻഡ് സീഡിങ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ വേരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടത് കൃഷിഭവൻ മുഖാന്തരമാണ്. ഇനി കൃഷിഭവൻ മുഖാന്തരം ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പിന്നീട് വില്ലേജിലോട്ടൊക്കെ പോകേണ്ട ആവശ്യം വരും. അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ നൽകുന്നതുമാണ്. അത് ലാൻഡ് സീഡിങ് പരാജയപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ 2 കാര്യങ്ങളും ശരിയായിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യവും തുക തടസ്സമില്ലാതെ തന്നെ എത്തിച്ചേരും. അതായത് 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്തിച്ചേരും. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ തുക കയറുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നമുക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും. അതായത് ആധാർ സമർപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന ആ സമയം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ചിലയിടത്ത് അത് വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുകൾ പറ്റി അത് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അക്കൗണ്ടിലാണ് ഈ ധനസഹായം എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളത്. കാരണം കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ഇപ്പോൾ സീഡായിട്ടുള്ള ആ അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. മുൻപ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്ത് ആ അക്കൗണ്ടിലേക്ക് മതി എന്ന് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സംവിധാനമില്ല. അതുകൊണ്ടാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ഇവിടെ ഏത് അക്കൗണ്ടാണ് ആക്റ്റീവായിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അക്കൗണ്ട് ഒന്നും ആക്റ്റീവായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിലവിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് നടത്തുകയോ വേണം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പൊന്ന് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ സർക്കാർ പദ്ധതി അറിയിപ്പുകൾ വീണ്ടും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.